സിറോ മലബാർ സഭയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലറിനോട് വിയോജിക്കുകയാണ് 5 മെത്രാന്മാർ. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ വാർത്ത കൂടി കാണാം. ഇതിനുശേഷം വാർത്തകളുമായി ആര്യജി. അടുത്ത മാസം 3 മുതൽ സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും ഇത് പാലിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നുമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ സർക്കുലർ. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിഷയം ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം സഭാ സിനഡ് യോഗം ഓൺലൈനിൽ ചേർന്നത്. സിനഡിൻ്റെ ഔദ്യോഗിക തീരുമാനം പുറത്തു വരാനിരിക്കെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള 5 മെത്രാന്മാരുടെ വിയോജനക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മെത്രാന്മാർ ചൂണ്ടിക്കാട്ടി. സഭയെ ദീർഘകാലത്തേക്ക് പ്രതിലോമകരമായി ബാധിക്കുന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന സർക്കുലർ എങ്ങനെ പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. കേവലം ഒരു അനുഷ്ഠാനം പിന്തുടരാത്തതിൻ്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത വൈകാരിക തലമുണ്ട്. അതിനാൽ നടപടികൾ വിവേകപൂർണവും അനുരഞ്ജനാപരവുമായിരിക്കണം. ഏകീകരണം ഐക്യത്തെ ബലികഴിച്ചുകൊണ്ടാവരുതെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും യോജനക്കുറിപ്പിലുണ്ട്. സിനഡിൽ ചർച്ച ചെയ്യാൻ വെച്ച സർക്കുലർ ചോർന്നത് ഗൗരവതരമാണെന്നും ബിഷപ്പുമാരായ എഫ്രൈം നരികുളം, ജോസ് ചിറ്റൂപ്പറമ്പിൽ, ജോസ് പുത്തൻവീട്ടിൽ, കുര്യാക്കോസ് ഭരണികുളങ്ങര, സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് എന്നിവർ മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ കുറിപ്പിൽ പറയുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.